Good morning, dear students. In today's class, we are going to learn a new chapter, your second chapter, the plums. What is this chapter about? This chapter is about fruits. പഴങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ഹെഡിങ് തന്നെ നോക്കിയത് പ്ലംസ്. അപ്പോൾ പ്ലം എന്താണെന്ന് എല്ലാവർക്കും അറിയാവോ? പ്ലം എന്നുള്ള പഴം നല്ല ചുവന്ന കളറിൽ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഈ തക്കാളി മണികൾ പോലെ അത്രയും വലിപ്പമില്ല, അതിലും ചെറിയതായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഫ്രൂട്ടാണ് പ്ലം. അപ്പം അതിന് ചെറുതായിട്ടൊരു പുളിയും മധുരമൊക്കെയാണുള്ളത്. അപ്പോൾ പ്ലം പോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അല്ലേ? ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ളത്? നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ടോ? പച്ചക്കറിയും ഫ്രൂട്ട്സും മീറ്റും ഫിഷും മിൽക്കും എഗ്ഗും എല്ലാം കഴിച്ചാലേ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജവും നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഹെൽത്തി മീൽ ആവുകയുള്ളൂ അല്ലേ? എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും കഴിക്കണം. ചില കുട്ടികളാണെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. ചിലർ ഫിഷ് മാത്രമേ കഴിക്കുകയുള്ളൂ, ചിലർ മീറ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ, ചിലരെന്താ ഫ്രൈസ് മാത്രമേ കഴിക്കുകയുള്ളൂ. ഫ്രൈ ചെയ്ത പൊട്ടറ്റോസ് അതുപോലെ തന്നെ ചിപ്സ് അതൊക്കെ കഴിക്കുകയുള്ളൂ. ചിലർക്ക് അതൊക്കെ ഇഷ്ടം, ചിലർക്ക് സ്നാക്സ് അങ്ങനെയൊക്കെ ഇഷ്ടം അല്ലേ? പക്ഷേ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി എല്ലാ കുട്ടികളും ബോയ്സും ഗേൾസും ഒക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി എല്ലാ പ്രോട്ടീനും അതുപോലെ തന്നെ ചെറിയ തോതിൽ ഫാറ്റും എല്ലാം ഉള്ള ഫുഡായിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മീറ്റ് മിൽക്ക് എഗ് ഫിഷ് എല്ലാം കഴിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നല്ല മിടുക്കനും മിടുക്കിയൊക്കെ ആയിട്ട് എല്ലാവരും വളർന്നു വരികയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സാധാരണ വീട്ടിൽ വാങ്ങിച്ച് കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. ചില വീടുകളിൽ ആപ്പിൾ വാങ്ങിക്കും, ഓറഞ്ച് വാങ്ങിക്കും. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആണല്ലേ? അപ്പോൾ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു തരാൻ പാരൻസിനോടൊക്കെ പറയണം. ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് ഓറഞ്ചിന് വിലയും കുറവാണ്, അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയും കിട്ടും അല്ലേ? ഒത്തിരി അളവ് ഓറഞ്ചും കിട്ടും. അതുകൊണ്ട് ഓറഞ്ചൊക്കെ വാങ്ങിച്ചു തരാൻ അതുപോലെ തന്നെ ആപ്പിൾ വാങ്ങിച്ചു തരാനൊക്കെ പാരൻസിനോട് പറയണം. ഓക്കെ, ഓറഞ്ച് ഉണ്ട്, ആപ്പിളുണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്സ് ഉണ്ട് അല്ലേ? മുന്തിരിയുണ്ട്, പിന്നെന്താ ബനാനാസ് എല്ലാ സീസണിലും തന്നെ നമുക്ക് കിട്ടും അല്ലേ? കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബനാനാസ് എപ്പോഴും കിട്ടും. ബനാനാസ് നമ്പർ 1 ഫ്രൂട്ടാണ് കേട്ടോ. അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഫ്രൂട്ടാണ് ബനാനാസ്. അപ്പം നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് കൂടിയാണ് ബനാനാസ്. അതുകൊണ്ട് എല്ലാവരും ഡെയിലി ഒരു ബനാന വെച്ചെങ്കിലും കഴിച്ചിരിക്കണം, ഒരു പഴമെങ്കിലും ഡെയിലി കഴിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താ ഉള്ളത്? മാമ്പഴമുണ്ട്. ചിലരൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കും, അതല്ലെങ്കിൽ ചിലരുടെ വീട്ടിൽ മരമുണ്ട് അല്ലേ? അങ്ങനെ മാമ്പഴം വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്, ചിലർക്ക് മാവിൽ നിന്ന് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എന്താ വേറൊരു ഫ്രൂട്ട് എന്താ? കിവി. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ തന്നെ അല്ലേ? അപ്പം ഒരു 4 പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ 4 പിക്ചേഴ്സിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണ്, പല തരത്തിലുള്ള ഫ്രൂട്ട്സാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Look at these pictures of fruits. Which of these fruits have you eaten? What did they taste like? അപ്പം 4 പിക്ചേഴ്സിലായിട്ട് പല ഫ്രൂട്ട്സിൻ്റെ പടമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ ആപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഇത് ഗ്രേപ്സ് ആണല്ലേ? ഇത് ഗ്രേപ്സ്. അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ഇത് റെഡ് ആപ്പിൾ, ഇത് ഗ്രീൻ ആപ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ ബനാന ഉണ്ട്, ബനാന കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താ? കിവി അല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെ എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടല്ല ഇത്. പക്ഷേ ചില കടകളിൽ, ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഈ കിവി അവൈലബിൾ ആണല്ലേ? കിവി ഉണ്ട്. പിന്നെ ഇതെന്താ? മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? മാംഗോസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ബൗളിനകത്താണെങ്കിലും എന്തൊക്കെയാണ് ഉള്ളത്? ഓറഞ്ച് ഉണ്ട്, ആപ്പിളുണ്ട്, വീണ്ടും കിവി ഉണ്ട്. അങ്ങനെ ഒരു ബൗൾ നിറച്ച് പല ഫ്രൂട്ട്സാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോ ബൗളിനകത്തും
പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണ്? നിങ്ങളെല്ലാ ഫ്രൂട്ട്സും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതല്ലേ? എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുള്ളതല്ലേ? അപ്പോൾ ആപ്പിളിന് എന്താണ് രുചി? ഒരു നല്ലപോലെ പഴുത്ത ആപ്പിളാണെങ്കിൽ അതിന് നല്ല മധുരമായിരിക്കും അല്ലേ? അപ്പോൾ ഓറഞ്ചിനാണെങ്കിലോ, ഓറഞ്ചിന് ചെറിയൊരു പുളിപ്പും മധുരവും കൂടെ അല്ലേ? അതുപോലെ ഗ്രേപ്സിനാണെങ്കിൽ നല്ല ചില ഗ്രേപ്സിന് സാധാരണ പുളിയും അതുപോലെ തന്നെ മധുരമുള്ള ഗ്രേപ്സും ഉണ്ട് അല്ലേ? പക്ഷേ മാമ്പഴത്തിന് ഒരു കുഞ്ഞു പുളിയും അതോടൊപ്പം തന്നെ മധുരമാണല്ലേ? അപ്പോൾ പുളിയും മധുരവും അതുപോലെ തന്നെ ചിലതിനൊക്കെ ചെറിയൊരു കയ്പും ഒക്കെയുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് ചുറ്റുമുള്ളത്. സ്വീറ്റ് ആയിട്ടുള്ളതുണ്ട്, സോറായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പല ടേസ്റ്റിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി എരിവുള്ള ഫ്രൂട്ട്സ് ഉണ്ടോ? എരിവുള്ള ഫ്രൂട്ട്സ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഫ്രൂട്ട്സിനൊക്കെ സാധാരണ മധുരവോ പുളിപ്പോ ഒക്കെയാണ് അല്ലേ? ഓക്കെ, ഇനി ടീച്ചർ വായിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും വായിക്കണേ. വാട്ട് വേർഡ്സ് ഡിഡ് യു യൂസ് ടു ഡിസ്ക്രൈബ് ദ ടെക്സ്റ്റ്? ഇപ്പോൾ ഏതൊക്കെ ടേസ്റ്റുകളാണ് നമ്മൾ പറയാറുള്ളത് സാധാരണയായിട്ട്? വൈ ഡിഡ് യു ചൂസ് ദീസ് വേർഡ്സ്? ഷെയർ യുവർ തോട്ട്സ് ഇൻ ക്ലാസ്. അപ്പോൾ ഇതിനൊക്കെ സാധാരണയായിട്ടുള്ള ടേസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ? സ്വീറ്റ് ഉണ്ട്, ചിലതിനൊക്കെ ചെറിയൊരു ബിറ്റർനെസ്, ചെറിയ രീതിയിൽ കയ്പൊക്കെയുള്ള ചില ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സോർ ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ പല പല ടേസ്റ്റിലുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് ചുറ്റുമുള്ളത്. ദെൻ മൂവിങ് ഓൺ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പ്ലംസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ടീച്ചർ ആദ്യം ഇതൊന്ന് വായിക്കാം. ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളും കയ്യോ അല്ലെങ്കിൽ പെൻസിലോ പിടിച്ച് ഓരോ വാക്കിലൂടെയും നിങ്ങളുടെ പെൻസിൽ ഓടിച്ച് ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ആ വാക്കുകൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും മനസ്സിരുത്തി ടീച്ചറിൻ്റെ കൂടെ ഉറക്കെ വായിക്കണം. ആദ്യം നിങ്ങൾ കേട്ടിരുന്നാൽ മതി, പിന്നെ രണ്ടാമത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ ഒപ്പം വായിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. One day, Vanya's father brought home some plums. They were ripe, red, and juicy and looked delicious. Both Vanya and his sister were delighted that they were going to eat plums. One day, Vanya's father brought home some plums. They were ripe, red, and juicy and looked delicious. Both Vanya and his sister were delighted that they were going to eat plums. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താ? വാന്യ എന്നുള്ളതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതൊരു ആൺകുട്ടിയാണല്ലേ? അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ? കാര്യം ബോത്ത് വന്യ ആൻഡ് ഹിസ് സിസ്റ്റർ. ഹിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹിസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെയാണ് ഹിസ് എന്ന് പറയുന്നത്. അവൻ്റെ സിസ്റ്റർ, അവൻ്റെ സഹോദരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വന്യ ഒരു ആൺകുട്ടിയാണ്. അപ്പം ഒരു ദിവസം വൺ ഡേ വന്യാസ് ഫാദർ ബ്രോട്ട് ഹോം സം പ്ലംസ്. വന്യായുടെ അച്ഛൻ വീട്ടിലേക്ക് കുറച്ച് പ്ലംസ് വാങ്ങിച്ചു. പ്ലംസ് എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നല്ലേ? ഉരുണ്ടിരിക്കുന്ന തക്കാളികളെക്കാളും ചെറിയ സൈസുള്ള നല്ല റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് പ്ലം. അപ്പോൾ പ്ലം വന്യയുടെ ഫാദർ വീട്ടിലേക്ക് വാങ്ങിച്ചു. ദേ വെർ റൈപ്പ്, നല്ല പഴുത്ത ചുവന്ന, റെഡ് ആൻഡ് ജ്യൂസി ആൻഡ് ലുക്ക്ഡ് ഡെലീഷ്യസ്. അപ്പം പഴുത്ത ചുവന്ന കളറുള്ള, ജ്യൂസി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നല്ല പഴുത്തിങ്ങനെ ജ്യൂസ് എടുക്കാവുന്ന പോലെ നല്ല പഴുത്ത് തുടുത്തിരിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ആൻഡ് ലുക്ക്ഡ് ഡെലീഷ്യസ്. അപ്പോൾ ഡെലീഷ്യസ് എന്നുള്ളതൊരു പുതിയ വേർഡാണ് അല്ലേ? അപ്പോൾ ഡെലീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ. DELICIOUS. നിങ്ങൾ പറഞ്ഞേ, DELICIOUS, ഡെലീഷ്യസ്. ഡെലീഷ്യസിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പുറകിൽ ന്യൂ വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ഡെലീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം വെരി ടേസ്റ്റി,
വളരെ ടേസ്റ്റ് ഉള്ളതിനെയാണ് നമ്മൾ ഡെലീഷ്യസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും നമ്മുടെ അമ്മ സ്പെഷ്യലായിട്ട് ചിലപ്പം എന്താ പായസമോ അല്ലെങ്കിൽ കേക്കോ ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഡെലീഷ്യസ്, വെരി ടേസ്റ്റി എന്നല്ല പറയുന്നത്. അതിന് പകരം നമ്മൾ ഡെലീഷ്യസ്, ഇറ്റ് വാസ് എ ഡെലീഷ്യസ് കേക്ക്, ഇറ്റ് വാസ് എ ഡെലീഷ്യസ് ഫുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ പുതിയൊരു വാക്ക് പഠിച്ചു, ഡെലീഷ്യസ്. പ്ലംസ് എന്താണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ? സ്മോൾ റൗണ്ട് ഫ്രൂട്ട്സ് വിത്ത് റെഡ്, പർപ്പിൾ ഓർ യെല്ലോ സ്കിൻ ആൻഡ് എ ഹാർഡ് സീഡ് ഇൻസൈഡ്. അപ്പോൾ വളരെ കട്ടിയുള്ളൊരു കുരു അകത്തുള്ള റൗണ്ട് ഷേപ്പിലുള്ള, ചിലപ്പോൾ അതിന് റെഡ് കളറാവാം, അല്ലെങ്കിൽ പർപ്പിൾ കളറാവാം, അല്ലെങ്കിൽ യെല്ലോ കളറോ തൊലിയോട് കൂടിയ ഒരു ഫ്രൂട്ടിനെയാണ് പറയുന്നത് പ്ലംസ് എന്ന്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദേ വെർ റൈപ്പ്, റെഡ് ആൻഡ് ജ്യൂസി ആൻഡ് ലുക്ക്ഡ് ഡെലീഷ്യസ്. ചുവന്ന് തുടുത്ത്, ലുക്ക്ഡ് ഡെലീഷ്യസ്, വളരെ ടേസ്റ്റി ആയിട്ടാണത് കാണപ്പെട്ടത്. ബോത്ത് വന്യ ആൻഡ് ഹിസ് സിസ്റ്റർ വെർ ഡിലൈറ്റഡ് ദാറ്റ് ദേ വെർ ഗോയിങ് ടു ഈറ്റ് പ്ലംസ്. അപ്പോൾ വന്യൻ്റെ സിസ്റ്ററും ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പുറകിൽ കൊടുത്തിരിക്കുന്നത് വെരി ഹാപ്പി. ദേ വെർ വെരി ഹാപ്പി ദാറ്റ് ദേ വെർ ഗോയിങ് ടു ഈറ്റ് പ്ലംസ്. അവർ പ്ലം കഴിക്കാൻ പോകുന്നത് ഓർത്ത് ഭയങ്കര ഹാപ്പിയായി അവർ. ദേ വെർ വെരി ഡിലൈറ്റഡ് ദാറ്റ് ദേ വെർ ഗോയിങ് ടു ഈറ്റ് പ്ലംസ്. Vanya's mother washed the plums and put them in a dish. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ ആദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നന്നായിട്ട് കഴുകും അല്ലേ? വെള്ളത്തിൽ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് കഴുകും. ചിലരൊക്കെ ഉപ്പിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഗ്രേപ്സ് ഒക്കെ ആണെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി മാത്രമേ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അതേപടി ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് പറ്റും? അതിനകത്ത് കെമിക്കൽസൊക്കെ ഇട്ടാണ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്ന് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ മുക്കി വെച്ച ശേഷമേ നമ്മൾ അതെടുത്ത് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വന്യാസ് മദറും അത് തന്നെയാണ് ചെയ്തത്. വന്യയുടെ മദർ എന്താ ചെയ്തത്? വന്യാസ് മദർ വാഷ് ദ പ്ലംസ് ആൻഡ് പുട്ട് ദം ഇൻ എ ഡിഷ്. അപ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം വന്യയുടെ അമ്മ അതൊരു ഡിഷിൽ, ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു. ഷീ പ്ലേസ്ഡ് ദ ഡിഷ് ഓൺ ദ ഡൈനിങ് ടേബിൾ ആൻഡ് വെൻറ്റ് ബാക്ക് ടു വർക്ക്. അങ്ങനെ ഇവിടെ കണ്ടോ? ആ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അമ്മ ഒരു ഡിഷിനകത്ത് ആ പ്ലംസ് ഇട്ട ശേഷം അത് ടേബിളിൽ വെച്ചതിന് ശേഷം അമ്മ എന്താ ചെയ്യുന്നത്? അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്യുക അല്ലേ? അമ്മ അടുക്കളയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോയി. ഓക്കെ, അത്ര മനസ്സിലായില്ലേ? ഇനി ബാക്കി വായിക്കാമേ. വന്യ വെൻറ്റ് ടു ദ ഡൈനിങ് റൂം. പക്ഷേ ആ സമയത്ത് വന്യ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഹീ ഹാഡ് നെവർ ഈറ്റൻ പ്ലംസ് ബിഫോർ. അപ്പോൾ വന്യ ഇതിന് മുന്നേ ഒരിക്കൽ പോലും പ്ലം കഴിച്ചിട്ടില്ലായിരുന്നു. ഹീ കെപ്റ്റ് ടച്ചിങ് ദം. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ പതുക്കെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പിക്ചറിൽ കാണാമല്ലോ. വന്യ ടച്ച് ചെയ്ത് നോക്കുകയാണല്ലേ, അതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണ് സോഫ്റ്റ് ആണോ എന്നൊക്കെ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് വന്യ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ അത് കഴിക്കാൻ വേണ്ടി. ടച്ചിങ് ദം. ഹൗ ഹീ ലോങ് ടു ഈറ്റ് വൺ. അപ്പോൾ എത്ര നാളായിട്ട് കാത്തിരിക്കുക ഒരെണ്ണം കഴിക്കാൻ വേണ്ടി. ഹിസ് മദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പോൾ അമ്മ അടുക്കളയിൽ പണിയൊക്കെ ആയിട്ട് ബിസിയാണ് അല്ലേ. ഹിസ് ഫാദർ വാസ് ക്ലീനിങ് ദ ലിവിങ് റൂം. അപ്പം ഫാദർ എന്താ അവിടെ ചെയ്യുന്നത്? ഫാദർ ലിവിങ് റൂമൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വന്യ മാത്രമേ ടേബിളിനടുത്തുള്ളൂ. ലിവിങ് റൂം. ഹിസ് സിസ്റ്റർ വാസ് പ്ലേയിങ് ഇൻ ബാക്ക് യാർഡ്. അപ്പം അവൻ്റെ സിസ്റ്റർ എന്താ ചെയ്യുന്നത്? അവൻ്റെ സിസ്റ്റർ ബാക്ക് യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്ക് യാർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ബാക്ക് യാർഡിൻ്റെ വാക്കിൻ്റെ അർത്ഥം അൻ ഏരിയ ബിഹൈൻഡ് എ ഹൗസ്. അപ്പോൾ ഒരു വീടിന് പുറകുഭാഗത്തുള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലമില്ലേ, നമ്മുടെ വീടിന് ചുറ്റുമൊക്കെയുള്ള സ്ഥലം നമ്മൾ കളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടിയുള്ള വീടിന് പുറകിലുള്ള സ്ഥലത്തെയാണ് പറയുന്നത് ബാക്ക് യാർഡ് എന്ന്. അപ്പോൾ ഹിസ് സിസ്റ്റർ വാസ് പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. അപ്പോൾ പുറകുവശത്ത്, വീടിൻ്റെ പുറകുവശത്ത്
വന്യയുടെ സിസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആരുമില്ല അല്ലേ. ലിറ്റിൽ വന്യ ക്വിക്ക്ലി ടുക്ക് എ പ്ലം ആൻഡ് എയ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ വന്യ എന്താ ചെയ്തേ? ആരും അടുത്തില്ല, പ്ലം മാത്രം ടേബിളിലുണ്ട് താനും. വന്യയ്ക്ക് അത് കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതിയുമാണ്, കൊതിച്ചിരുന്നതാണ് അല്ലേ പ്ലംസ് കഴിക്കാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ഒരു പ്ലം എടുത്ത് വായിലോട്ടിട്ടു, പെട്ടെന്ന് കഴിച്ചെന്നിട്ട്. അപ്പോൾ സാധാരണ നമ്മളൊക്കെ ചിലപ്പോൾ ഒക്കെ ചെയ്യാറുണ്ടല്ലേ, നമുക്ക് ഒത്തിരി കൊതിയുള്ള സാധനം വീട്ടിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അമ്മ ഇപ്പോൾ എടുക്കരുത്, ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ എടുത്ത് ആരും കാണാതൊക്കെ എടുത്ത് ഒരെണ്ണമൊക്കെ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്? നമ്മുടെ പേരൻസ് ചിലപ്പോൾ അറിയത്തില്ല അല്ലേ അത് തീർന്നു എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് തരാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോഴായിരിക്കും അതവിടെ ഇല്ലെന്നറിയുന്നത്. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അറിയാം അതാരാ എടുത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ എന്തോരം കള്ളത്തരം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും അതാരാ ആ ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചത് എന്നൊക്കെ അവർക്ക് വേഗം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വന്യ അതെടുത്ത് വേഗം വായിലിട്ട് കഴിച്ചു. എ ലിറ്റിൽ ലേറ്റർ ഹിസ് മദർ കെയിം ഇൻ ടു ദ റൂം ആൻഡ് കൗണ്ടഡ് ദ പ്ലംസ്. അപ്പം കുറച്ച് കഴിഞ്ഞ ശേഷം, ലിറ്റിൽ ലേറ്റർ കുറച്ച് ശേഷം, ഹിസ് മദർ കെയിം ഇൻ ടു ദ റൂം, അവൻ്റെ അമ്മ റൂമിലേക്ക് കടന്നു വന്ന ശേഷം ആ പ്ലംസിനെ എണ്ണി നോക്കി. കൗണ്ടഡ് ദ പ്ലംസൊക്കെ ഒന്ന് എണ്ണി നോക്കി. ഷീ ഫൗണ്ട് 1 മിസ്സിങ്. അപ്പോൾ അതിലൊന്ന് മിസ്സിങ് ആണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. കാരണം എങ്ങനെ, അമ്മയാണത് കഴുകി എടുത്ത് ടേബിളിൽ വെച്ചതല്ലേ. അമ്മയ്ക്ക് അപ്പോൾ കറക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്നും എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളത് അമ്മയ്ക്കറിയാം. അമ്മ ജോലി കഴിഞ്ഞ് വന്നതേ അമ്മയ്ക്ക് മനസ്സിലായി അതിൽ നിന്നൊരെണ്ണം മിസ്സിങ് ആണെന്ന്. പിന്നെ എന്താ ബാക്കി ഉണ്ടായത് നമുക്ക് നോക്കാം. ഷോർട്ട്ലി ആഫ്റ്റർ വാട്ട്സ് ദ ഫാമിലി സാറ്റ് ഡൗൺ ടു ഡിന്നർ. അപ്പം വളരെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടി ടേബിളിന് ചുറ്റും ഇരുന്നു. വന്യാസ് ഫാദർ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ആസ്ക്ഡ്, വെൽ ചിൽഡ്രൻ, ഓൾ ദ പ്ലംസ് ഹിയർ ഇൻ ദ ഡിഷ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പം വന്യയുടെ ഫാദർ ചുറ്റും നോക്കിയിട്ട് എന്താ ചോദിച്ചത്? വെൽ ചിൽഡ്രൻ, ആർ ഓൾ ദ പ്ലംസ് ഹിയർ ഇൻ ദ ഡിഷ്. എല്ലാ പ്ലമ്മുകളും ഡിഷിൽ തന്നെ ഉണ്ടോ? വന്യയുടെ ഫാദർ എല്ലാവരോടുമായിട്ട് ചോദിച്ചു. ദേ മസ്റ്റ് ബി ദെയർ, വന്യ സിസ്റ്റർ സെഡ്. അവിടെ കാണുമായിരിക്കും. ആരാ പറഞ്ഞ അങ്ങനെ? വന്യയുടെ സിസ്റ്റർ പറഞ്ഞു. അവിടെ കാണുമായിരിക്കും. കാരണം വന്യയുടെ സിസ്റ്റർക്ക് അറിയത്തില്ലല്ലോ വന്യ ഒരെണ്ണം എടുത്തെന്നുള്ളത്. സോ ലിറ്റിൽ വന്യ ടേൺഡ് ആസ് റെഡ് ആസ് എ ബീട്രൂട്ട്. അപ്പോൾ ഒരു ബീട്രൂട്ട് പോലെ, ബീട്രൂട്ടിൻ്റെ കളർ എന്താ? ചുമല കളർ അല്ലേ. അപ്പോൾ ഒരു ബീട്രൂട്ട് പോലെ വന്യയുടെ മുഖം അങ്ങ് ചുമന്നു പോയി. കാരണം വന്യ ഇവിടെ ഒരെണ്ണം കഴിച്ചിട്ടിരിക്കുക അല്ലേ. ഐ ഡിഡ്ന്റ് ഈറ്റ് എനി ഓഫ് ദെം സെഡ് വന്യ. ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് വന്യ പറഞ്ഞു. ദർ ഈസ് 1 പ്ലം ലെസ്. ഓക്കെ, ഒരു പ്ലം കുറവാണ്. ദാറ്റ് ഈസ് വൈ ആസ്ക്ഡ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ഫാദർ സെഡ്, ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ ദാറ്റ് 1 ഈസ് മിസ്സിങ്. ഒരെണ്ണം കാണാതെ പോയി ഒരെണ്ണം ഇല്ലെന്നുള്ളത് വലിയ പ്രശ്നമൊന്നും അല്ല. പക്ഷേ ദ പ്രോബ്ലം ഈസ് പ്ലംസ് ഹാവ് ലിറ്റിൽ സ്റ്റോൺസ് ഇൻ ദം. പക്ഷേ പ്ലമ്മിന് ഉള്ളിൽ ചെറിയ കല്ലുകളുണ്ട്. കല്ലുകൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കുരു അല്ലേ, കട്ടിയുള്ള കുരുവാണ് പ്ലംസിനുള്ളത്. അപ്പോൾ ഫാദർ പറഞ്ഞു, ദ പ്രോബ്ലം ഈസ് പ്ലംസ് ഹാവ് ലിറ്റിൽ സ്റ്റോൺസ് ഇൻ ദം. പ്ലംസിനുള്ളിൽ ചെറിയ കല്ലുകളുണ്ട്. ഇഫ് യു സ്വാളോ ദം യു വിൽ ഗെറ്റ് എ ടമ്മി ഏക്ക്. അത് നിങ്ങൾ വിഴുങ്ങിയാൽ നിങ്ങൾക്ക് വയറുവേദന എടുക്കും. സ്വാളോ എന്ന് വെച്ചാൽ വിഴുങ്ങുക. അത് ആരെങ്കിലും അത് വിഴുങ്ങിയാൽ അയാൾക്ക് വയറുവേദന എടുക്കും. ദാറ്റ് ഈസ് വൈ ഐ എം വറീഡ്. അതോർത്താണ് എനിക്ക് പേടി. ഒരു പ്ലം ഇവിടെ ഇല്ലാത്തത് കുഴപ്പമൊന്നുമല്ല. അതാരെങ്കിലും എടുത്ത് കഴിച്ചാൽ, അതിൻ്റെ ഉള്ളിലെ കുരു കൂടി കഴിച്ചാൽ അത് വയറ്റിലെത്തി വയറുവേദന എടുക്കും. അതോർത്തിട്ടാണ് ഞാൻ പേടിക്കുന്നതെന്ന് ആര് പറഞ്ഞു? വന്യയുടെ ഫാദർ പറഞ്ഞു. അപ്പോൾ വന്യയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അപ്പോൾ വന്യ നൗ ടേൺഡ് ആസ് വൈറ്റ് ആസ് എ ഷീറ്റ്. അപ്പോൾ അത് കേട്ടതോടുകൂടി വന്യ ഒരു പേപ്പർ പോലെ വെളുത്തുപോയി. പേടിച്ച് വെളുത്തുപോയി. ഹീ സ്റ്റാമേർഡ്, ബട്ട് ഐ ത്രൂ ദ സ്റ്റോൺ അറ്റ് ഓഫ് ദ വിൻഡോ. പക്ഷേ ഞാൻ ആ സ്റ്റോണ് ജനാലയിലൂടെ വെളിയിൽ കളഞ്ഞായിരുന്നു. എവ്രിബഡി സ്റ്റാർട്ടഡ് ലാഫിങ്. പുവർ വന്യ, ഹി ഹങ് ഹിസ് ഹെഡ് ഇൻ ഷെയിം. അപ്പോൾ അത് കേട്ടത് എല്ലാവർക്കും മനസ്സിലായി വന്യയാണ് ആ പ്ലം എടുത്ത് കഴിച്ചതെന്ന്. അപ്പോൾ ആദ്യം വന്യ പറഞ്ഞ എന്താ, ഞാനല്ല കഴിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് ഫാദർ പറഞ്ഞു ആ കുരു വയറ്റിൽ ചെന്നാൽ വേദന എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പേടിച്ച് വന്യ പറഞ്ഞു, ഇല്ല ഞാനത് ജനലിലൂടെ പുറത്ത് കളഞ്ഞായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഫാദർ ട്രിക്ക് വെച്ച്
പ്ലം കട്ട കള്ളനെ പിടിച്ചതാണ് ഈ ഒരു കഥ. നല്ല ഫണ്ണി കഥയല്ലായിരുന്നോ? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ആരും കാണാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മളെടുത്ത് കഴിക്കും. അത് നമ്മുടെ പാരൻസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ ഒരു ക്യാച്ചപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പ്ലംസ് ലുക്ക്ഡ് ഗ്രീൻ റോ ആൻഡ് ജ്യൂസി. അപ്പം പച്ച കളറിൽ പഴുക്കാതെ ജ്യൂസി ആയിട്ടായിരുന്നോ പ്ലംസ് കണ്ടിരുന്നത്? അല്ല അല്ലേ? ഇത് ഫോൾസ് ആണ്. അപ്പം ഫോൾസിൻ്റെ അവിടെ ടിക്ക് ഇടുക. ഇനി അടുത്തൊരു ക്യാച്ചപ്പ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ പേജിൽ, പേജ് നമ്പർ 21. റൈറ്റ് എ വേർഡ് അതർ ദാൻ ബീട്രൂട്ട്. ലിറ്റിൽ വന്യ ടേൺഡ് as റെഡ് as എ. അപ്പോൾ ബീട്രൂട്ടിന് പകരം ഒരു വാക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബീട്രൂട്ടിൻ്റെ കളർ റെഡാണ്. ബീട്രൂട്ടിന് പകരം എന്താ റെഡ് കളറുള്ളത് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്നത്? ടൊമാറ്റോ അല്ലേ? ലിറ്റിൽ വന്യ ടേൺഡ് as റെഡ് as എ ടൊമാറ്റോ പോലെ ചുവന്നു പോയി. ഓക്കെ, ഇതുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വേർഡ് സ്പ്ലാഷ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പുതിയതായിട്ട് പഠിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? പ്ലംസ് നമ്മൾ കണ്ടു. സ്മോൾ റൗണ്ട് ഫ്രൂട്ട്സ് വിത്ത് റെഡ്, പർപ്പിൾ ഓർ യെല്ലോ സ്കിൻ ആൻഡ് എ ഹാർഡ് സീഡ് ഇൻസൈഡ്. രണ്ടാമത്തേത് ഡെലീഷ്യസ്. ഡെലീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം വെരി ടേസ്റ്റി. ഡിലൈറ്റഡ്, വെരി ഹാപ്പി. ബാക്ക്യാർഡ്, ആൻ ഏരിയ ബിഹൈൻഡ് എ ഹൗസ്, ഒരു വീടിന് പുറകിലുള്ള സ്ഥലം. as റെഡ് as എ ബീട്രൂട്ട്, ഒരു ബീട്രൂട്ട് പോലെ ചുവന്നത്. ടു ബിക്കം വെരി റെഡ് ഇൻ ദ ഫേസ് ബിക്കോസ് ഓഫ് ഷെയിം. അപ്പം നാണക്കേട് കൊണ്ട് മുഖം ചുവന്നതിനെയാണ് as റെഡ് as എ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ദെൻ as വൈറ്റ് as എ ഷീറ്റ്, ഒരു പേപ്പർ പോലെ വെളുത്തു എന്ന് പറഞ്ഞാൽ വെരി പെയിൽ ബിക്കോസ് ഓഫ് ഫിയർ ഓർ ഷോക്ക്. അപ്പോൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷോക്ക് കൊണ്ടോ മുഖം വിളറി വെളുത്തു പോകുന്നതിനെയാണ് as വൈറ്റ് as എ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഈ പ്ലംസ് എന്നുള്ള ദ പ്ലംസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ എക്സസൈസസ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറക്കെ വായിക്കുക. ടീച്ചർ വായിച്ചു തന്ന പാഠഭാഗങ്ങൾ നിങ്ങളും വിരലോടിച്ച് വീട്ടിലിരുന്ന് ഉറക്കെ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് പഠിച്ച വാക്കുകൾ, നമ്മൾ പുതിയതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച വാക്കുകൾ ബുക്കിലേക്ക് എഴുതി അർത്ഥവും കൂടി എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ പഠിക്കുന്നത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് ഉറക്കെ വായിച്ചും എഴുതിയൊക്കെ ആ ന്യൂ വേർഡ്സ് പഠിക്കുക. ഓക്കെ, സ്പെല്ലിങ്ങും അർത്ഥവും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഓക്കെ, hope you enjoy today's class. See you in next class.